ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു വൈറൽ ബ്രെഡ് പോളയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ട് അത് ഇതിലേക്കൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ പീസസ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 7 ബ്രെഡ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല, ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലിത്തട്ടിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ആ ഒരു 5 മുട്ടയുടെ മഞ്ഞയില്ലേ, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലേക്കില്ലേ വെള്ളം ചേരാണ്ട് നോക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ ആ ഒരു കളറ് കിട്ടില്ല. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു ടൈം കൊണ്ട് ഇത് പകുതി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മഞ്ഞയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. പയ്യെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് താഴേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രെഡ് പോളയിൽ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പോളയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഒരു എഗ് യോക്ക് ഫുള്ളായിട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ മുകൾ ഭാഗത്ത് യെല്ലോ കളറും ബാക്കി ഒരു വൈറ്റ് കളറിലായിരിക്കും ഈ ഒരു പോള ഉണ്ടാവുക. അപ്പോൾ ആ എഗ്ഗൊക്കെ ഫുള്ളായിട്ട് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോള നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ ആ ഒരു ട്രെയിൽ അതിന് ചെറിയൊരു ചെരിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പോളയും ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ താണു നിൽക്കുന്ന പോലെ ഉണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്വീറ്റ് ആയിട്ടുള്ള പോളയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ വാനില എസൻസോ ഏലക്കായപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണൊക്കെ. അങ്ങനെയാകുമ്പോൾ ആ ഒരു മുട്ടയുടെ ഒരു ചൊയൊന്നും വരില്ല. അപ്പോൾ കഴിക്കുമ്പോഴേ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.